നമസ്കാരം. ഇനി ആർക്കും സൗജന്യമായി മുടിവെട്ടാം. പക്ഷേ ശ്രീജീഷ് എന്ന പേര് വേണമെന്ന് മാത്രം. അതെ, പെരുമ്പാവൂർ അല്ലപ്രയിൽ അരോമ ജെൻസ് ബ്യൂട്ടി പാർലറിൽ എത്തിയാൽ ഏത് ശ്രീജീഷിനും സൗജന്യമായി മുടിവെട്ടാം. കേരളത്തിൻ്റെ അഭിമാനമായ ഒളിമ്പ്യൻ ശ്രീജീഷിനോടുള്ള ആരാധനയിൽ ഹോക്കിയുടെ പ്രചാരണാർത്ഥം ബാർബർ തൊഴിലാളിയും കായിക താരവുമായ വെങ്ങോല സ്വദേശി ശ്രീരാജാണ് ഇങ്ങനെ ഒരു ഉദ്യമം ആരംഭിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 12 വരെയാണ് ശ്രീജീഷിൻ്റെ പേരിലുള്ള ഈ സൗജന്യ മുടിവെട്ടൽ നടക്കുന്നത്. പാരീസ് ഒളിമ്പിക്സിലൂടെ ഹോക്കിയിൽ 2ാം തവണയും വെങ്കലം നേടിയ ശ്രീജീഷിനോടുള്ള സ്നേഹസൂചകമായാണ് ശ്രീരാജ് ഈ ഉദ്യമത്തിന് മുന്നിട്ടിറങ്ങുന്നത്. കേരളത്തിൽ ഹോക്കിയുടെ പ്രചരണത്തിനായി ജനശ്രദ്ധ ആകർഷിക്കുകയാണ് പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. കേരളത്തിൽ എവിടെയുമുള്ള ശ്രീജീഷ് എന്നു പേരുള്ളവർക്ക് ശ്രീരാജിൻ്റെ അരോമ ജെൻസ് ബ്യൂട്ടി പാർലറിലേക്ക് കടന്നു വരാമെന്ന് ശ്രീരാജ് പറയുന്നു. അന്താരാഷ്ട്ര ഹോക്കിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ 16ാം നമ്പർ ജേഴ്സിയും സ്വന്തമാക്കിയായിരുന്നു ആ മടക്കം. ശ്രീജീഷ് എന്ന കായിക പ്രതിഭയോടുള്ള സ്നേഹം അറിയിച്ച് 16 ദിവസങ്ങളിലായാണ് ഈ ഓഫർ നടക്കുന്നത്. രാവിലെ 9 മുതൽ രാത്രി 9 വരെയുള്ള സമയത്ത് പാർലറിലെത്തുന്ന ഏതൊരു ശ്രീജീഷിനും ഈ ഓഫറിൻ്റെ ഭാഗമാകാം. സ്ഥാപനത്തിൽ വരുന്നവർ പേര് തെളിയിക്കുന്ന ഏതെങ്കിലും ഒരു ഔദ്യോഗിക രേഖ കരുതണം എന്ന് മാത്രം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ ശ്രീജീഷിന് വെങ്കല മെഡൽ ലഭിച്ച വേളയിലും ശ്രീജീഷുമാർക്കായി സൗജന്യ മുടിവെട്ടൽ പ്രഖ്യാപിച്ചിരുന്നു ശ്രീരാജ്. മാധ്യമ വാർത്തകളിലൂടെ അന്ന് 8 പേരാണ് ഈ ഉദ്യമത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നത്. വാർത്തയെ തുടർന്ന് ശ്രീരാജുമായി സൗഹൃദത്തിലായ ഒളിമ്പ്യൻ 2 പ്രാവശ്യം ശ്രീരാജിൻ്റെ കടയിലേക്ക് എത്തിയിരുന്നു. ദേശീയ അന്തർദേശീയ വെറ്ററൻ അത്ലറ്റിക് മീറ്റുകളിലൂടെ കേരളത്തിന് വേണ്ടി ശ്രീരാജ് മെഡൽ നേടിയിട്ടുണ്ട്. പരിപാടിയുടെ ഭാഗമായി വ്യക്തിപരമായി ശ്രീജീഷിനെ അല്ലപ്രയിലേക്ക് ക്ഷണിക്കുമെന്ന് ശ്രീരാജ് പറഞ്ഞിരുന്നു. വെങ്ങോല, ബദനിപ്പടി, മാലിക്കാലയിൽ രാജപ്പൻ്റെയും ചന്ദ്രികയുടെയും മകനാണ് ശ്രീരാജ്.